ഈ മൂരുകുട്ടി 10,500 രൂപയാണ് നമ്മളെ ചന്തീന്ന് ഒരു ടീം വാങ്ങിച്ചതാണ്. നമ്മളൊരു മീറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30-35 കിലോ മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 10,500 വളർത്താൻ വാങ്ങിച്ചതാണ്. നല്ലൊരു കുട്ടിയാണ്. നല്ല നീട്ടവും കാര്യങ്ങളും കാലകരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വൈക്കുട്ടി ഇത് ചോദിക്കണ 13,000 റുപ്യന് മട്ടം പോലെ കൊടുക്കാം. 13 റുപ്യ ചോദിക്കുന്നുണ്ട്. മട്ടം പോലെ കൊടുക്കൂട്ടോ. ഈ ഒരു കുട്ടി 12,000 രൂപക്കാണ് നമ്മൾ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ളത്. ചിലപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഞാൻ കേട്ടതാണ് 12,000, കറക്റ്റ് കൺഫേം ആയിട്ടില്ല. ചന്തയ്ക്ക് ഇങ്ങനെ കാലികൾ ഓരോന്ന് വന്നിറങ്ങുകയാണ്. അതിൽ പെട്ടൊരു കാളയാണിത്, ഇടത്തരം സൈസ് കാള. ഈ 2 പശുക്കളെ കണ്ടില്ല നിങ്ങള്? 67,500 രൂപയാണ് ഇത് ചോദിച്ചിരുന്നത്. പാല് ഒരെണ്ണം 5 ലിറ്ററും മറ്റേത് ഏകദേശം 5 ലിറ്ററിന്റെ അടുത്ത് ഏകദേശം കിട്ടുന്ന പറഞ്ഞത്. നമ്മള് മീറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 1,400-130 കിലോ ഈ പശുവും മറ്റു പശുവും ഏകദേശം ഒരു 120 കിലോ അതും ഉണ്ടാവും. ഏകദേശം 2.5 കിൻഡലിന്റെ അടുത്ത് ഏകദേശം 2 എണ്ണം മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല നീട്ടങ്കരും കാര്യങ്ങളൊക്കെ ഉള്ള പശുവാണ്. 67,500 ഇത് വില പറഞ്ഞിരുന്നത്. 5 ലിറ്റർ പാല് കിട്ടുന്ന പറഞ്ഞത്. ഇത് 60 റുപ്യൊക്കെ റേഞ്ചിൽ ഒരു ടീം പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. 60 അല്ലെങ്കിൽ 61 അല്ലെങ്കിൽ 62 ആ റേഞ്ചിലാണ് ഏകദേശം നമ്മള് വില അറിയാൻ സാധിച്ചത്. 2 പശുക്കള്. അതുപോലെ ഈ പശുക്കുട്ടി നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ളതാണ്. ഇത് 20 സംതിങ് ആണ് വില. ഈ ചുവപ്പ് പശുക്കുട്ടി കറക്റ്റ് വില നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്താ വെച്ചാല് എല്ലാ കാലുകളുടെ വില നമുക്ക് പറയാൻ കഴിയൂല. പിന്നെ അവർ ചോദിക്കുന്ന വില ഒരു പക്ഷേ ഇതിനൊക്കെ 30-32 ചോദിക്കും. എന്നിട്ട് വിൽക്ക് ഏകദേശം ഒരു 20-22 അല്ലെങ്കിൽ 23 റുപ്യ റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ അവർ ചോദിക്കുന്ന വില നമുക്ക് ഇട്ടാല് ഒരുപാട് വിലയായിട്ടേക്ക് ഒരു കാലിക്ക് തോന്നുക. പിന്നെ ചോദിക്കുന്ന വില നമ്മൾ വില പേശി എടുക്കണം തമ്മിൽ നല്ല മാറ്റം ഉണ്ടാവും. ഏകദേശം 30-32 റുപ്യ ഒരു പശുവിന് വില ചോദിച്ചിട്ട് അത് പിന്നെ 20-22 റുപ്യൊക്കെ വാങ്ങിക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ റേറ്റ് എത്ര മാറ്റം ഉണ്ടെന്ന്. അപ്പൊ നമ്മള് പരമാവധി ആ കാലി എത്രക്ക വിൽക്കല് എന്നാണ് നമ്മള് ചന്തയിൽ നോക്കാറുള്ളത്. അതുപോലെ ഒരു കാളക്കുട്ടിയാണിത്. 22,000 രൂപയാണ് ചോദിച്ചത്. 18 രൂപയായിട്ട് ഒരു ടീം പറഞ്ഞു, കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നാടൻ പശുക്കള് ചന്തപ്പശുക്കളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. പശുക്കുട്ടികള് അതിൽപ്പെട്ട ഒരു പജ്ജിനെ കച്ചവടമാക്കാണ് ഇവിടെ. 25 രൂപയാണ് ചോദിച്ചത്. ലാസ്റ്റ് 22 ടീം പറഞ്ഞു. ഏകദേശം 23 റുപ്യ റേഞ്ചിലായിരിക്കും ആ പശു വിറ്റിട്ടുള്ളത്. ഇവിടെ വളർത്താൻ പറ്റിയ ഒരുപാട് പശുക്കുട്ടികള്, കാളക്കുട്ടികള്, ചെറിയ മൂരിക്കുട്ടികള് ഒക്കെ മെയിൻ ആയിട്ടുള്ളവരുള്ളത്. ഇതൊക്കെ ചെറുമട്ടത്തില് പാല് കിട്ടുന്ന പശുക്കളാണ്. നമ്മളൊരു ചെറിയ വീട്ടാവശ്യത്തിനൊക്കെ പറ്റിയ കുറച്ച് പശുക്കളൊക്കെ ചന്തയിൽ ഈ ആഴ്ച എത്തിയിട്ടുള്ളത്. ഈ ഒരു ബജ്ജ് 38,000 രൂപയാണ് ചോദിച്ചിരുന്നത്. 38,000 രൂപ. അതിനിപ്പോ ഒരു കുട്ടിയുണ്ട്, ചെറിയൊരു കുട്ടി. പാൽപശുവാണ്, അത് വിറ്റിട്ടുണ്ട്. കറക്റ്റ് റേറ്റ് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ ചെറുമട്ടത്തില് പാലിന് പറ്റിയ കുറച്ച് പശുക്കളാണ് ഇവിടെ കാണുന്നത്. അതിന്റെ കുട്ടിയാണിത്, ആ കാണുന്നത്, ആ കെട്ടുന്നത്. ഇത് വേറൊരു പശു. ഇതൊക്കെ പാൽ പശുക്കളാണ്. ചെറുമട്ടത്തില് 6-7 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കള്. ഇത് മേനി കുറച്ച് കുറവാണ്. ആ ഒരു മേനി കണ്ടാൽ തന്നെ ഏകദേശം അറിയാം നമുക്ക്. എല്ലാം തോലുമാണ്. മീറ്റ് കുറച്ച് കുറവാണ്. ഈ മൂരിക്കുട്ടി കണ്ടില്ല നിങ്ങള്? 16 രൂപയാണ് ചോദിച്ചിരുന്നത്. 12,000 രൂപ വില പറഞ്ഞു, കൊടുത്തിട്ടില്ല. 16 ചോദിച്ചിട്ട് 12 പറഞ്ഞു, കൊടുത്തിട്ടില്ല. ഏകദേശം ഒരു 13,000 രൂപ കൊടുക്കേണ്ടി വരും. അതുപോലെ ഈ മൂരിക്കുട്ടി ലാസ്റ്റ് 12,000 വേണമെന്ന് പറഞ്ഞിട്ട് അതും വിറ്റിട്ടില്ല. 11,500 ആ ടീം
വില പറഞ്ഞു പോയി, അതും വാങ്ങിച്ചില്ല. ഈ പശു 27,000 രൂപയാണ് അവർ ചോദിച്ചത് ലാസ്റ്റ്. ഇതൊക്കെ ലാസ്റ്റ് പ്രൈസ് ആണ്. നമ്മളൊരു അറിയാത്ത ഒരാളൊക്കെ ചെന്നാൽ ഒരു പക്ഷെ 35-36 ചോദിക്കും. ഇതൊക്കെ ഡെയിലി ഒരു വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് 27 റുപ്യ ലാസ്റ്റ് കൊടുക്കണം എന്നാ പറഞ്ഞത്. ഇതിലൊക്കെ ചെറിയ പാൽ പശുക്കൾ ഉണ്ടാവും, അതുപോലെ മീറ്റ് പർപ്പസിന് പറ്റുന്ന പശുക്കളാണ്, ചന്ത പശുക്കളാണ് അധികവും. നമ്മൾ ചെറിയ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഈ ആഴ്ചത്തെ വേറെ വീഡിയോ കൂടി വരാനുണ്ട്, നല്ല 2 പശുക്കുട്ടികൾ. വീഡിയോക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ വലിയേറെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.